ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിടിലൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലാണ്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഏതാ മുതൽ സ്ഥലം. അപ്പൊ നമ്മൾ ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് 50 മീറ്റർ മാത്രം നടക്കാൻ ദൂരത്തിൽ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ഒരു 40 സെന്റ് സ്ഥലം റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന കിടിലൻ പ്ലോട്ടിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാൻ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീഡിയോസ് എല്ലാം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നോക്കിയാണ് ദിനം പ്രതി 100 കണക്കിന് സഞ്ചാരികൾ വന്നു പോണ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുടിയാൻമല പൈതൽമല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ റോഡ് വരുന്ന കുടിയാൻമല നിന്ന് വരുന്ന റോഡാണ്. അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ഈ റോഡ്. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൈതൽമലയ്ക്ക് പോണ റോഡാണ്. പറഞ്ഞത് ഏകദേശം 12 കിലോമീറ്റർ ദൂരമാണ് പൈതൽമലയ്ക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കാണുന്നതൊക്കെ ഇതാക്കണേ, ഇതൊക്കെ റിസോർട്ടുകളുടെ ഒക്കെ ഓരോ ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ കാണാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് റിസോർട്ട് ഹോം സ്റ്റേ പോലത്തെ സംഭവങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ ഞമ്മക്കിന്ന് പോകേണ്ടതാക്കണം ഈ കാണുന്ന റോഡാണ്. നമ്മൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് പോകുന്ന റോഡാണിത്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് നടക്കാൻ ദൂരത്തിൽ 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മളെ പ്ലോട്ട് എന്നുള്ളത്. അപ്പൊ വണ്ടികളൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ശനി ഞായർ ദിവസങ്ങളൊക്കെ കണ്ടമാനം ആൾക്കാർ വരുന്ന ഒരു ഏരിയ ആണ്. ഇനി പറഞ്ഞ അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്കിക്കോളിട്ടങ്ങള്. നിങ്ങൾ നോക്കിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഏതാ മുതൽ സ്ഥലം എന്നറിയാം. റിസോർട്ട് ഹോംസ് ഒക്കെ പണിത് കഴിഞ്ഞാൽ അതിനൊക്കെ വളരെയധികം സ്കോപ്പുള്ള നല്ലൊരു കിടിലൻ സ്ഥലമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോണത്. അപ്പൊ ഇതാക്കി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ കാണുന്ന പ്ലോട്ടിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഇനി വരെ നമുക്ക് പോയോക്കാം. അവിടെ ഉല്ലാസയാത്രേന്റെ ബസ്സാണ് പോണത് കേട്ടോ. ഇപ്പൊ നമ്മള് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടാണ് ഇപ്പൊ പോണത്. ഈ കാണുന്ന വണ്ടികളൊക്കെ പൈതൽമലന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെയാണ്. ഇപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഇഷ്ടം പോലെ വണ്ടികളെല്ലാം പോയിട്ടോ. പിന്നെ കണ്ടമാന ടൂറിസ്റ്റ് ബസ്സിനൊക്കെയാണ് ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നത് ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിപ്പോ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ നിന്ന് വന്ന് ഇതാക്കണം. ഈ ഒരു പറമ്പ് കഴിഞ്ഞിട്ട് അടുത്ത പറമ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ സ്ഥലത്തിന്റെ അതിര്. ഈ കാണുന്ന വെള്ളച്ചാട്ടം നമ്മളെ പറമ്പിന്റെ അതിരാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചാൽ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയാണ് നിങ്ങൾ ഏതാ മുതൽ സ്ഥലം എന്നറിയോ. ഈ ഒരു ഭാഗത്ത് നല്ല നല്ല റിസോർട്ടുകളും ഹോം സ്റ്റേ ഒക്കെ പണിത് കഴിഞ്ഞാൽ എന്ത് ചൊറക്കേക്കുന്നറിയോ. ഇപ്പൊ നിലവിൽ ഈ ഒരു ഏരിയയില് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അതിനൊക്കെ കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു എന്താ പറയാ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ച ഒന്ന് നോക്കിയാൽ നിങ്ങള് ഫുള്ള് കോടയൊക്കെ നിറഞ്ഞിങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ് ആണ് ആ കാണുന്നത്. ആ ബസ് നിർത്തിയിട്ട് അപ്പൊ ആ ബസ് അവിടെ നിർത്തിയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടാണ്. അപ്പൊ അവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്തില് നടന്നെത്താൻ ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് എന്റാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇപ്പൊ ഈ നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും നല്ല നീളം വരുന്നുണ്ട് അതിന്റെ ഫ്രണ്ടേജ് എൻഡ്. നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ സ്ഥലം നനഞ്ഞ സ്വപ്നങ്ങളായിട്ട് നട്ടം തിരിഞ്ഞിക്കാതാക്കണം. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാക്കണം. ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നടുവിലാണ്, വില്ലേജ് വരുന്ന ന്യൂ നടുവിലാണ്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏറ്റവും താഴെ ഭാഗത്താക്കണം നല്ലൊരു തോട് ഒഴുകുണ്ട്. കീടിലൊരു തോട് ഇട്ടോ. അതിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ തളിപ്പറമ്പ് എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്റർ ദൂരം ഉള്ളു ഇങ്ങോട്ട് കേട്ടോ. അതേമാർക്ക് കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് നമുക്ക് താഴെ പോയിട്ട് ആ തോടൊക്കെ ഒന്ന് കാണണം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കാഴ്ച ഒരു വ്യൂ മൊത്തത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഏതാ മുതൽ സ്ഥലം എന്നറിയോ. ഇപ്പൊ ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ. പറമ്പിലോട്ട് തന്നെ വണ്ടിയെല്ലാം വരാൻ വേണ്ടിയിട്ട് വഴിയെല്ലാം വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ താഴെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഉള്ള താഴെ ഭാഗത്തുനിന്ന് മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഇതാക്കുന്ന തൊട്ട് താഴെ ഈ നോക്കിയാ കാണുന്ന തോടാണ് കേട്ടോ. ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ. അത് നോക്കിയാണ് അങ്ങോട്ട് നോക്കിയാൽ തോട്ടിന്ന് വെള്ളം ചാടുന്ന സൗണ്ട് പോയി കണ്ടങ്ങള്. ഭയങ്കര സൗണ്ട് കേട്ടോ. ഭയങ്കര അലക്കണ സൗണ്ട് ഉണ്ട്. എന്തൊരു സ്പീഡിലാണ് വെള്ളം പോണെന്ന് നോക്കി. നമ്മളെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നിന്ന് ഒഴുകി പോണതാണ് ഈ തോടിട്ട്. നിങ്ങൾ നോക്കി ഇതിന്റെ വക്കത്ത് ഈ സൈഡിനൊക്കെ റിസോർട്ട് ഹോം സ്റ്റേ അതേപോലെ ചെറിയ ഹട്ടുകളൊക്കെ ആക്കി ഇങ്ങനെ ഓരോ ലെയറുകളൊക്കെ ആക്കി വണ്ടി വരെയുള്ള പാർക്കിംഗ് ഏരിയയും എല്ലാവിധ ഫുഡ് എന്താ പറയാ ഫുഡ് കോർട്ടും സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാണ്ടല്ലോ വീട്ടിലെ സ്പോട്ട് സ്ഥലമായി കിട്ടാം. കണ്ടമാനം ആൾക്കാർ ദിനം പ്രതി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട്. പൈസ ഉണ്ടെങ്കിൽ നോക്കി കണ്ട എളുപ്പം വന്ന് മേടിച്ചിട്ടോളിട്ട്. ഇതേമാറ്റ സ്ഥലം വേറെ കിട്ടും തോന്നുന്നില്ല. കാരണം ഇതേമാർക്ക് കിടിലം വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. നല്ല മഴ കേട്ടോ. കിടിലം മഴ, കിടിലം ക്ലൈമറ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് നല്ല സൈറ്റ് സ്ഥലമാണ്. അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ സെന്റിന് വെറും 45,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന്
ഓണറിന്റെ നമ്പറിൽ പടപടേ പറഞ്ഞിട്ട് വിളിച്ചോളിട്ടോ. പിന്നെ നിങ്ങളെ വീഡിയോസ് എല്ലാം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണും ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.